നമസ്കാരം. ഇസ്രയേൽ എന്ന ജൂത രാഷ്ട്രത്തിന് ഗാസയിലും ലെബനനിലും സിറിയയിലുമെല്ലാം ആക്രമണം നടത്താനും നാശം വിതയ്ക്കാനും കഴിഞ്ഞത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി എതിരാളികൾക്കില്ല എന്ന ഉറപ്പിലാണ്. ഇറാനുമായി ചെറിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയെങ്കിലും വലിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടലിനോ യുദ്ധപ്രഖ്യാപനത്തിനോ ഇസ്രയേൽ പോയിരുന്നില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ അയച്ച് തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു നാശനഷ്ടവും ഈ ആക്രമണം മൂലം ഇസ്രായേലിനോ ഇറാനോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ഈ ചിത്രം മാറും. ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന സംഘർഷത്തിനാണ് ആ രാജ്യം ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത്. യുക്രൈൻ ആയുധങ്ങൾ നൽകി സഹായിക്കുക വഴി റഷ്യയുടെ കോപമാണ് ഇസ്രയേൽ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത്. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള 90 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രയേലിൽ നിന്ന് പോളണ്ടിലേക്ക് അയച്ചതായും അവിടെ നിന്ന് അത് യുക്രൈനിലേക്ക് കൈമാറുമെന്ന് 3 അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യൻ മാധ്യമങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 ഏപ്രിലിൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൽ നിന്നും ഈ മിസൈലുകൾ യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. നിരവധി അമേരിക്കൻ എയർഫോഴ്സ് C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴി യുക്രൈന് വിതരണം ചെയ്യുന്നതിനുള്ള മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ ഒരു എയർബേസിൽ നിന്ന് നാറ്റോയുടെ ലോജിസ്റ്റിക്സ് ഹബ്ബായ പോളിഷ് നഗരമായ റെസേസോവിലേക്ക് അയച്ചതായാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ഇസ്രയേൽ റഷ്യയെ അറിയിച്ചതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ്. യുക്രൈനിലേക്ക് നേരിട്ട് ആയുധങ്ങൾ വിതരണം ചെയ്യുകയല്ല, പകരം അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്കയിലെ പാട്രിയറ്റ് സിസ്റ്റം തിരികെ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഒരു അജ്ഞാത ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഇസ്രയേലിലെ എമർജൻസി സ്റ്റോറിൽ നിന്ന് യുക്രൈനിലേക്ക് പീരങ്കി ഷെല്ലുകൾ അമേരിക്ക കൈമാറ്റം ചെയ്തതിന് സമാനമാണ് ഈ നീക്കമെന്നാണ് ഉന്നത ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേസമയം അമേരിക്കയും യൂറോപ്യൻ കമാൻഡും ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. വിഷയത്തിൽ റഷ്യയും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രയേൽ നീക്കങ്ങൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ്. ഇസ്രയേലിന്റെ ഈ മനംമാറ്റം യാഥാർത്ഥ്യമാണെങ്കിൽ അത് അവരുടെ അവസാനത്തിന്റെ ആരംഭമാകുമെന്നാണ് മുൻ റഷ്യൻ ജനറൽ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. പാട്രിയറ്റ് മിസൈലുകൾ അമേരിക്കയിലേക്ക് തിരികെ എത്തിയതായി നെതന്യാഹുവിന്റെ ഒരു വക്താവ് ആക്സിയോസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് യുക്രൈന് കൈമാറിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പാട്രിയറ്റ് മിസൈലുകളും ഒമാൻ തീർത്ഥാടനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേൽ സംഭാവനയായാണ് ഈ മിസൈൽ വിതരണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈന് മാനുഷിക സഹായം മാത്രം നൽകണമെന്നാണ് ഇസ്രയേൽ തുടക്കം മുതൽ സ്ഥിരീകരിച്ചിരുന്ന നയം. ഈ നയമാറ്റം പശ്ചിമേഷ്യയെയും വൻ സംഘർഷത്തിലേക്ക് നയിക്കും. നിലവിൽ യുക്രൈനിൽ വൻ മുന്നേറ്റം നടത്തുന്ന റഷ്യൻ സൈന്യം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞു. 2 മാസത്തിനുള്ളിൽ യുക്രൈൻ പൂർണ്ണമായും കീഴടക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിയുമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ ആയുധ സംഭരണി കാലിയായി തുടങ്ങിയതോടെ ട്രംപ് ഇടപെട്ട് ഇപ്പോൾ യുക്രൈനുള്ള ആയുധ വിതരണവും നിർത്തിവച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വലയിൽ വീണ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ റഷ്യയെ ശത്രുവാക്കുന്ന മണ്ടൻ തീരുമാനവും എടുത്തിരിക്കുന്നത്. ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും വ്യാപക ആക്രമണം നടത്തി കേമന്മാരാണെന്ന് അഹങ്കരിക്കുന്ന ഇസ്രയേലിന്റെ പതനത്തിന് തുടക്കം കുറിക്കുന്ന തീരുമാനമാണിത്.